എന്താ വൈകിയത്? വൈകിയില്ല ടീച്ചർ, എന്റെ വാച്ചിൽ 9 ആവുന്നേ ഉള്ളൂ. കയറി വരൂ. ഇന്നലെ നീ എവിടെയായിരുന്നു? പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഞാൻ എവിടെയായിരുന്നു? ഇന്നലെ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ വരാതിരുന്നതെന്ന്? എന്റെ വല്യമ്മ മരിച്ചുപോയി. കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്തപ്പോഴും ടിൻഡു ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എന്തു ചെയ്യാനാ ടീച്ചർ, ആ തള്ളക്ക് ഇത് തന്നെയാ പണി. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഞാനപ്പാനെ എഴുതിയത് ആരാണ്? നിള പറയൂ. ഞാനല്ല ടീച്ചർ, ചിലപ്പോൾ ടിൻഡുമോനായിരിക്കും. അവൾ തന്നെയായിരിക്കും ടീച്ചർ. അവൾ അതും അതിനപ്പുറം എഴുതും. നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഒരു കള്ള ലക്ഷണം. അടുത്ത ചോദ്യം. ദീപുവിന്റെ കയ്യിൽ 6 ആപ്പിൾ ഉണ്ട്. 3 എണ്ണം എനിക്ക് തന്നു. ബാക്കി എത്രയുണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. കള്ളം, പച്ച കള്ളം. ടീച്ചർ ഇത് വിശ്വസിക്കരുത്. അവന്റെ ഉത്തരം ശരിയാണ്. 6ൽ 3 പോയാൽ ശിഷ്ടം 3 അല്ലേ? അതൊക്കെ ശരി തന്നെയാ. ടീച്ചർക്ക് കണക്കറിയാം. പക്ഷേ അവന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ടീച്ചർ എന്നല്ല, ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാലും ഇവൻ ഒരെണ്ണം പോലും കൊടുക്കില്ല. പിന്നല്ലേ 3. കുട്ടികളെ, ഇന്നത്തെ അനുഭവങ്ങളാണ് നാളത്തെ ഓർമ്മകൾ. അതുകൊണ്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ പോയി. വൈകിയാണെങ്കിലും ടീച്ചർ ഇതിന് തയ്യാറായില്ലോ, നല്ല കാര്യം. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ രോഗികളോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചു. വളരെ സ്നേഹത്തോടെയാണ് ആ രോഗികൾ എന്നോട് പെരുമാറിയത്. അതില് വലിയ കാര്യമൊന്നുമില്ല. ടീച്ചറെ കണ്ടപ്പോൾ അവരിൽ ഒരാളെ പോലെ തോന്നിക്കാണും. അടുത്ത ചോദ്യം. ഒരു ശ്മശാനത്തിന് ചുറ്റുമതിൽ പണിയാൻ 1000 കല്ലുകൾ വേണം. ഒരു കല്ലിന് 20 രൂപ വെച്ച് 1000 കല്ലിന് എന്ത് വില വരും? എന്റെ പൊന്നു ടീച്ചറെ, ഒരു കാര്യം മനസ്സിലാക്കണം. ശ്മശാനത്തിന് അകത്തുള്ളവർക്ക് പുറത്തു വരാൻ കഴിയില്ല. പുറത്തുള്ളവർക്ക് അകത്തു പോവാൻ തീരെ താല്പര്യമില്ല. പിന്നെ എന്തിനാ ടീച്ചറെ ഇല്ലാത്ത കാശ് ചെലവിട്ട് ശ്മശാനത്തിൽ ചുറ്റുമതിൽ പണിയുന്നത്? ഒരു കാര്യം പറയാൻ മറന്നു. കഴിഞ്ഞ ആഴ്ച എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നാളെ വരുമ്പോ 50 രൂപ കൊണ്ടുവന്ന ഫോട്ടോ തരും. 50 രൂപ ഉണ്ടെങ്കിൽ 5 ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ പറയരുത്. ക്ലാസ് ഫോട്ടോ എല്ലാവരും സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾ വലുതാവുമ്പോ ആ ഫോട്ടോ നോക്കി മറ്റുള്ളവർ പറയും, ഇത് ദീപു, ഇപ്പോൾ ഡോക്ടറാണ്. ഇത് നിള, ഇപ്പോൾ സിനിമാ നടിയാണ്. ഇത് ചിഞ്ചു, എഞ്ചിനീയർ ആണ്. ഇത് ഭാസ്കർ, അവൻ പൈലറ്റ് ആണ്. ഇത് ടിൻഡുമോൻ, അവൻ അമേരിക്കയിൽ പോയി. ഇത് ടീച്ചർ, പാവം, മരിച്ചുപോയി.